أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഇപ്പോൾ ശ്രവിച്ചത് സൂറ അൽ ബഖറയിലെ 123-ാമത്തെ വചനമാണ്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള എൻ്റെ അനുഗ്രഹവും ലോക ജനതകളിൽ വെച്ച് നിങ്ങളെ ഞാൻ ഉത്കൃഷ്ടരാക്കിയിരിക്കുന്നതും നിങ്ങൾ സ്മരിക്കുക. ഈ വചനത്തിൻ്റെ വിശദീകരണത്തിൽ സയ്യിദുനാ ഹദ്റത്ത് മുസ്ലിഹ് മൗഊദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത് ഇപ്രകാരമാണ്: ആദം നബിയുടെ സംഭവം വിവരിക്കുകയും മനുഷ്യരാശിയുടെ തുടക്കം മുതൽ ദൈവിക വചനങ്ങൾ അവതരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയും ചെയ്ത ശേഷം ബനൂ ഇസ്രായേലിന് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പരാമർശിച്ചത്. അള്ളാഹു ഇപ്രകാരം പറയുന്നു: യാ ബനി ഇസ്രായീൽ അദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വ ഔഫു ബി അഹദി ഊഫി ബി അഹദിക്കും വ ഇയ്യായ ഫർഹബൂൻ. ഓ ബനു ഇസ്രായേലരെ, ഞാൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക. എന്നോടുള്ള കരാർ നിങ്ങൾ നിറവേറ്റുക. എന്നാൽ നിങ്ങളോടുള്ള കരാർ ഞാനും നിറവേറ്റാം. എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുക. ആദം നബിയിലൂടെ ആരംഭിച്ച പ്രവാചകത്വം മൂസാ നബിയിലേക്കും അദ്ദേഹത്തിൽ നിന്ന് ഈസാ നബി അലൈഹിസ്സലാം വരെയുമുള്ള കാലഘട്ടത്തിലേക്കും എത്തിയതായി ഇതിൽ വിവരിക്കുന്നു. നിങ്ങളുടെ അടുത്ത കാലം വരെ ഈ പ്രവാചക പരമ്പര മുറിയാതെ തുടർന്ന സ്ഥിതിക്ക് ലോകാരംഭം മുതൽ നിലനിൽക്കുന്ന ഈ വ്യവസ്ഥിതി ഇപ്പോൾ അവസാനിച്ചുവെന്ന് കരുതാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ നിഷേധിക്കാനും യാതൊരു കാരണവുമില്ല. ഒരു വിഷയം പൂർത്തിയാക്കുമ്പോൾ പുതിയൊരു വിഷയം തുടങ്ങാൻ പോകുന്നു എന്നതിൻ്റെ സൂചന നൽകുക എന്നത് ഖുർആനിൻ്റെ രീതിയാണ്. ഇവിടെയും ഓ ബനു ഇസ്രായേലരെ, ഞാൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം ഓർക്കുക എന്ന് ആവർത്തിച്ചതിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് ഇതാണ്: ഏ ബനു ഇസ്രായേൽ, നിങ്ങളുടെ മുമ്പിൽ വിവരിച്ച ഈ കാര്യങ്ങൾക്കെല്ലാം ശേഷം ഞാൻ എങ്ങനെയാണ് എൻ്റെ അനുഗ്രഹം നിങ്ങളിൽ പൂർത്തിയാക്കിയതെന്ന് ചിന്തിച്ചു നോക്കുക. ലോകത്തെ മറ്റ് ജനവിഭാഗങ്ങളെക്കാൾ നിങ്ങൾക്ക് ഞാൻ ശ്രേഷ്ഠത നൽകിയ കാര്യവും ഓർക്കുക. അതായത് 2 തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് അവർക്ക് ലഭിച്ചത്. ഒന്ന് പ്രവാചകത്വം എന്ന അനുഗ്രഹം, രണ്ടാമതായിട്ടുള്ളത് മറ്റ് ജനവിഭാഗങ്ങളെക്കാൾ നിങ്ങൾക്ക് ലഭിച്ച ഔന്നത്യം. ബനു ഇസ്രായേലിയർക്ക് ലഭിച്ച തുടർച്ചയായ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രവാചകത്വം ഇനി എന്തിന് ബനു ഇസ്രായേലിന് നൽകപ്പെട്ടു എന്ന് പരാതിപ്പെടാൻ അവർക്ക് അവകാശമില്ലെന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നു. കാരണം അവരോടുള്ള വാഗ്ദാനം അള്ളാഹു നിറവേറ്റിക്കഴിഞ്ഞു. ഇബ്രാഹിം നബിയുടെ 2 പുത്രന്മാരോടും താൻ നന്മ ചെയ്യുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരുന്നു. ഒരു പുത്രൻ്റെ പരമ്പരയിൽ ആ വാഗ്ദാനം നിറവേറ്റപ്പെട്ടതുപോലെ മറ്റേ പുത്രൻ്റെ പരമ്പരയിലും അതേ വാഗ്ദാനം നിറവേറ്റപ്പെടേണ്ടത് അനിവാര്യമായിരുന്നു. ഇനി ലോക ജനതയേക്കാൾ ശ്രേഷ്ഠത, ഫസീലത്ത്, അതിനെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്: ഞാൻ നിങ്ങളെ ലോക ജനതയേക്കാൾ ശ്രേഷ്ഠരാക്കി എന്നത് ഖുർആനിലെ ഒരു ശൈലിയാണ്. ഏത് ജനതയിലാണോ ഒരു പ്രവാചകൻ വരുന്നതും ദൈവിക വചനങ്ങൾ നൽകപ്പെടുന്നതും ആ ജനതയെ സംബന്ധിച്ച് ഫളൽതുക്കും, ഞാൻ നിങ്ങൾക്ക് ശ്രേഷ്ഠത നൽകി എന്ന വാക്ക് ഉപയോഗിക്കുന്നു. കാരണം മറ്റ് അറിവുകളേക്കാൾ ദൈവിക വെളിപാടിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. മാനുഷികമായ അറിവുകളിൽ തെറ്റുകൾ സംഭവിക്കാം, എന്നാൽ ദൈവിക വെളിപാടിൽ തെറ്റുകൾ ഉണ്ടാകില്ല. അതിനാൽ ദൈവിക വെളിപാട് ലഭിക്കുന്ന ജനത മറ്റുള്ളവരെക്കാൾ ഉന്നതരാണ്. ഇവിടെ ആലമീൻ എന്നതുകൊണ്ട് ലോകത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയുമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച്
അക്കാലത്ത് ദൈവിക വെളിപാട് ലഭിക്കാത്ത ജനവിഭാഗങ്ങളെയാണ്. ഖുർആനിൽ പലയിടത്തും വിവിധ ജനവിഭാഗങ്ങളെക്കുറിച്ച് ഇതേ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇന്നല്ലാഹ് അസ്തഫ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹിമ വ ആല ഇമ്രാന അലൽ ആലമീൻ. നിശ്ചയമായും അള്ളാഹു ആദമിനെയും നൂഹിനെയും ഇബ്രാഹിമിന്റെ കുടുംബത്തെയും ഇമ്രാന്റെ കുടുംബത്തെയും ലോക ജനതയേക്കാൾ ഉന്നതരായി തിരഞ്ഞെടുത്തു. ഇവിടെ ആദം നബിക്ക് ലോകരേക്കാൾ ശ്രേഷ്ഠത നൽകിയെന്ന് പറയുന്നു. തുടർന്ന് നൂഹ് നബിയെയും ഇബ്രാഹിം വംശത്തെയും കുറിച്ച് ഇതേ കാര്യം പറയുമ്പോൾ എല്ലാവരും എല്ലാവരേക്കാളും ഒരേ സമയം ശ്രേഷ്ഠരാകുക എന്നത് യുക്തിപരമായ സാധ്യമല്ല. അതിനാൽ ഇതിൻ്റെ അർത്ഥം ഒന്നുകിൽ അതാത് കാലഘട്ടത്തിലെ ജനങ്ങളെക്കാൾ ശ്രേഷ്ഠർ എന്നാണ്, അല്ലെങ്കിൽ ദൈവിക വെളിപാട് ലഭിച്ചവർക്ക് അത് ലഭിക്കാത്തവരേക്കാൾ ഉള്ള ശ്രേഷ്ഠത എന്നാണ്. തത്വശാസ്ത്രങ്ങൾക്കും ലൗകിക അറിവുകൾക്കും മുകളിൽ എപ്പോഴും ഇൽഹാമിന് മുൻഗണനയുണ്ട്. തത്വചിന്തകരുടെ വാക്കുകൾ ദുർബലവും അപൂർണവുമായിരിക്കും, എന്നാൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ സുശക്തവും ആധിപത്യമുള്ളതുമായിരിക്കും. ചുരുക്കത്തിൽ ബനൂ ഇസ്രായേലിൽ തുടർച്ചയായി വന്ന പ്രവാചക പരമ്പരയാണ് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹം. വെളിപാടിലൂടെ അവർക്ക് ലഭിച്ച ആ ഉന്നത സ്ഥാനം ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മുസ്ലിങ്ങൾക്കും ലഭിച്ചിരിക്കുന്നു. ബനൂ ഇസ്രായേലിയർക്ക് ഇതിനെ തള്ളിക്കളഞ്ഞാൽ മുമ്പ് തൗറാത്തിന് മുന്നിൽ പരാജയപ്പെട്ട തത്വചിന്തകരെ പോലെ അവരും പരാജയപ്പെടും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്.